ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു OSI റെഫറൻസ് മോഡൽ. ഓക്കെ, OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ദ ഡിസൈൻ ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് OSI റെഫറൻസ് മോഡൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു OSI റെഫറൻസ് മോഡൽ പോലെ തന്നെയുള്ള വേറൊരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ വേറൊരു ഫ്രെയിം വർക്ക് നമുക്കുണ്ട്. അതാണ് TCP/IP എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ OSI റെഫറൻസ് മോഡലിൽ നമ്മൾ പറഞ്ഞിരുന്നു OSI റെഫറൻസ് മോഡൽ ഹാവ് 7 ലെയേഴ്സ്. ഓക്കെ, TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ ആകെ വരുന്നത് 4 ലെയേഴ്സ് ആണ്. ഓക്കെ, എപ്പോഴും OSI മോഡലും TCP/IPയും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇറ്റ് വിൽ ബി ഈസി. സോ TCP/IPയിൽ വരുന്നത് ആകെ 4 ലെയേഴ്സ് ആണ്. ആ 4 ലെയേഴ്സ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ, അതുപോലെ ഇൻ്റർനെറ്റ് ലെയർ, അതുപോലെ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ OSI റെഫറൻസ് മോഡലിലെ ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും ചേരുന്നതാണ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻ്റർനെറ്റ് ലെയർ, പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും ചേരുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ 5 ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ ലെയറിനെയും ഡേറ്റ ലിങ്ക് ലെയറിനെയും സെപ്പറേറ്റ് ആക്കി എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ജനറലി ചോദിച്ചാൽ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിന് എത്ര ലെയേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 4 ലെയേഴ്സ് ആണ് എന്നാണ്. ഓക്കെ, ഈ 4 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറും ഇൻ്റർനെറ്റ് ലെയറും ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറും ചേർന്നതാണ്. ഇനി എടുത്ത് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിനകത്ത് ഓൾറെഡി ഫിസിക്കൽ ലെയർ അതുപോലെ ഡേറ്റ ലിങ്ക് ലെയർ ടുഗെദർ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, സോ നമ്മൾ ഇനി ഒരു ഫിഗർ നോക്കാൻ പോകുവാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് നോക്കുക, ഈ ഫിഗറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് നോക്കുക. അവിടെ കണ്ടോ ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. അതായത് OSI റെഫറൻസ് മോഡലിൻ്റെ 7 ലെയേഴ്സിനെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി TCP/IPയിൽ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും ടുഗെദർ ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. മനസ്സിലാകുന്നു? ഫിസിക്കൽ ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ഓഫ് ദ OSI റെഫറൻസ് മോഡൽ ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ ഇൻ TCP/IP. ദെൻ നമ്മൾ നെറ്റ്വർക്ക് ലെയർ എന്ന് OSI റെഫറൻസ് മോഡൽ പറയും. TCP/IP വരുമ്പോൾ നമ്മൾ പറയും ഇൻ്റർ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. ഇൻ്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്കിംഗ് ലെയർ എന്ന് പറയും. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ് OSI റെഫറൻസ് മോഡലിലും TCP/IP മോഡലിലും ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ്. ഇനി OSI റെഫറൻസ് മോഡലിലെ സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഈ 3 ലെയറും കൂടെ ചേർത്ത് TCP/IPയിൽ ഒറ്റ ഒരു ലെയറേ ഉള്ളൂ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ. മനസ്സിലായോ? സോ ഈ ഫിഗറിൻ്റെ മിഡിൽ പൊസിഷനിൽ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ, അതുപോലെ ഇൻ്റർ നെറ്റ്വർക്കിംഗ് ലെയർ, അതുപോലെ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് ലെയർ. സോ ഈ 4 ലെയേഴ്സാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ വരുന്നത്. ഒന്നും കൂടെ പറയുന്നു,
OSI റെഫറൻസ് മോഡലിലെ 7 ലെയേഴ്സ്, ആ 7 ലെയേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ഇവിടെ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ ഈ 4 ലെയർ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും OSI റെഫറൻസ് മോഡലിൻ്റെ ഇവിടെ ഒറ്റൊരു ലെയർ ആകും ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. ദെൻ അവിടുത്തെ നെറ്റ്വർക്ക് ലെയർ തന്നെ ഇവിടെ നമ്മൾ പറയും ഇൻ്റർ നെറ്റ്വർക്കിംഗ് ലെയർ എന്ന് പറയും. ട്രാൻസ്പോർട്ട് ലെയറിന് വ്യത്യാസമൊന്നുമില്ല. ട്രാൻസ്പോർട്ട് ലെയർ OSI റെഫറൻസ് മോഡലിലും അതുപോലെ TCP/IPയിലും ഇറ്റ്സ് ട്രാൻസ്പോർട്ട് ലെയർ ഇറ്റ് സെൽഫ്. ദെൻ OSI റെഫറൻസ് മോഡലിൻ്റെ സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ, ഈ 3 ലെയേഴ്സും കൂടെ ചേർന്ന് ഇവിടെ ഒറ്റൊരു ലെയറേ ഉള്ളൂ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ. ക്ലിയർ? സോ TCP/IPയിൽ 4 ലെയേഴ്സ്, host to network layer, internetworking layer, transport layer and applications layer. Okay, then ഇനി നമ്മൾ ഇവിടെ ഓരോ ലെയേഴ്സും ഏതാണ്, ഓരോ ലെയേഴ്സിലും ഉള്ള ഡ്യൂട്ടീസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയും, പക്ഷെ പ്രോട്ടോകോൾസിൻ്റെ നെയിം വെച്ചിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടെ. ഇവിടെ ഇൻ്റർ നെറ്റ്വർക്കിംഗ് ലെയറിൽ കണ്ടോ, ഇവിടെ ICMP, IGMP, RARP, ARP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിൻ്റെ പേരാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ARP, RARP, IGMP, ICMP. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് ഈ ഓരോ പ്രോട്ടോകോൾസിനും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് വരുമ്പോൾ അവിടെ 3 പ്രോട്ടോകോൾസ് വരുന്നുണ്ട്, UDP, TCP, SCTP. ദെൻ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഒന്നിലധികം പ്രോട്ടോകോൾസ് ഉണ്ട്, SMTP, FTP, HTTP, DNS, SNMP, ടെൽനെറ്റ് എന്നൊക്കെ പറയുന്ന ധാരാളം പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി അങ്ങോട്ടേക്കുള്ള സ്റ്റഡീസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ലെയറിലും വരുന്ന ഈ പ്രോട്ടോകോൾസിൻ്റെ ഡ്യൂട്ടി എന്താണ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ ഓരോ ലെയേഴ്സും, ഓക്കെ, ഓരോ ലെയേഴ്സിനും അതിന് അതിൻ്റേതായ ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ലെയേഴ്സ് തമ്മിൽ വലിയ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഓരോ ലെയേഴ്സും അതിന് അതിൻ്റേതായ ഡ്യൂട്ടീസ് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെയർ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. നമ്മൾ പറഞ്ഞു ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പ്രോട്ടോകോൾസിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ലെയറിൽ നമ്മൾ പ്രോട്ടോകോൾസിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഈ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രോട്ടോകോൾസിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള പ്രോട്ടോകോൾസ് എല്ലാത്തിനെയും ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ അല്ലെങ്കിൽ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ തന്നെ നമ്മൾ പറയുന്നത് IP, ദാറ്റ് ഈസ് ഇൻ്റർ നെറ്റ്വർക്കിംഗ് ലെയർ എന്നാണ് പറയുന്നത്. ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ. ഓക്കെ, സോ ഈ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന കുറച്ച് പ്രോട്ടോകോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് വരുന്ന ആദ്യത്തെ പ്രോട്ടോകോളാണ് ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ IP എന്നാണ് നമ്മൾ ഷോർട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, ആ പ്രോട്ടോകോളിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് എ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ. നമ്മൾ OSI റെഫറൻസ് മോഡൽ പഠിച്ചപ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ നമുക്ക് 2 തരത്തിൽ അച്ചീവ് ചെയ്യാം, കണക്ഷൻ ലെസ് ആയിട്ടും അതുപോലെ തന്നെ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ.
ഓക്കെ, ഇവിടെ ഡേറ്റേനെ നമ്മൾ വിളിക്കുന്ന പേര് ഡേറ്റാഗ്രാംസ് എന്നാണ്, ഡേറ്റാഗ്രാംസ്. ഓക്കെ, സോ സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഡേറ്റ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മെസ്സേജ് വരുന്നു, ആ മെസ്സേജിനെ അത് ഡിവൈഡ് ചെയ്തിട്ട് അത് റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. കാര്യം റിസീവറിൻ്റെ അഡ്രസ്സ് അറിയായിരിക്കും, അപ്പോൾ ആ പറയുന്ന റിസീവറിലേക്ക് അതിനെ പാസ് ചെയ്യിക്കും. ഓക്കെ, പക്ഷേ ആ ഡേറ്റ പോകുന്നത് ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു ഡേറ്റ വന്നു, ഡേറ്റനെ ഞാൻ 3 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. ചിലപ്പോൾ ആദ്യം റിസീവറിൽ എത്തുന്നത് 3ാമത്തെ പീസായിരിക്കും, പിന്നെ ആയിരിക്കും ഫസ്റ്റ് പീസ് എത്തുന്നത്, അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പീസ് എത്തുന്നത്. സോ ഡേറ്റ ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന റിസീവറിൻ്റെ സൈഡിൽ എത്തുന്നത്. മനസ്സിലായോ? അങ്ങനെ എത്തുന്ന ഡേറ്റേനെ റീഓർഡർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഈ പറയുന്ന IP-യിൽ ഇല്ല, ഇന്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളിൽ ഇല്ല. ദെൻ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ് ARP. ARP ഈസ് അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോക്കോൾ. അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോക്കോൾ. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 അഡ്രസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിസിക്കൽ അഡ്രസ്സിനെ കുറിച്ചും ഒരു ലോജിക്കൽ അഡ്രസ്സിനെ കുറിച്ചും. ഓക്കെ, സോ ARP എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മെഷീൻ്റെ ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടുപിടിക്കാൻ, മെഷീൻ്റെ ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോക്കോൾ. മനസ്സിലായോ? സോ ഫിസിക്കൽ അഡ്രസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ARP എന്നുള്ള പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. വേറാസ് റിവേഴ്സ് അഡ്രസ് റെസല്യൂഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ RARP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള മെഷീൻ്റെ അഡ്രസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. തെറ്റിക്കരുത്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ARP പഠിക്കുക. ARP പഠിക്കുമ്പോൾ നമുക്കറിയാം ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടുപിടിക്കാനാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് RARP ചെയ്യുന്നത്. RARP കണ്ടുപിടിക്കുന്നത് ഇൻ്റർനെറ്റ് അഡ്രസ്സിനെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ അഡ്രസ്സിങ്, ലോജിക്കൽ അഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഫിസിക്കൽ അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ARP ആണ്. ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വരുന്ന അഡ്രസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് RARP. ഓക്കെ, ദെൻ നെക്സ്റ്റ് നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന അടുത്ത പ്രോട്ടോക്കോളാണ് ICMP. ICMP എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം എൻകൗണ്ടർ ചെയ്താൽ അതിനെ നോട്ടിഫൈ ചെയ്യുക. അതിനാണ് ICMP എന്നുള്ള പ്രോട്ടോക്കോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ICMP സെൻസ് ക്വറി ആൻഡ് എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ്. എറർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ചെയ്യുന്നത്. ICMP ഈ ഓരോന്നിൻ്റെയും ഷോർട്ട് ഫോംസും അതിനെ എക്സ്പാൻഷനും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ, IGMP. IGMP ഈസ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ മെസ്സേജ് അയക്കാറില്ലേ, അല്ലേ? 1 to 1 അല്ലാതെ ഇപ്പം നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്നു. അത് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലേക്കാണ് ആ മെസ്സേജ് വരുന്നത്. സോ ഗ്രൂപ്പ് മെസ്സേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ ഡീല് ചെയ്യുന്നത് IGMP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. തെറ്റിക്കരുത്, ഇത് കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? ഏത് ലെയറിലാണ് ഈ പ്രോട്ടോക്കോൾ വരുന്നത് എന്നുള്ളതിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് കൺഫ്യൂഷൻ വരുന്നത്. സോ പഠിക്കുമ്പോൾ അതൊന്ന് പിൻ പോയിന്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇന്ന ലെയറിൽ ഇന്ന പ്രോട്ടോക്കോൾസ് ആണ് എന്ന് ഓർത്ത് വെച്ചിട്ട് പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് ട്രാൻസ്പോർട്ട് ലെയർ.
ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ മെയിനായിട്ടും 2 പ്രോട്ടോക്കോൾസ് ആണ് വരുന്നത്, TCP ആൻഡ് UDP. TCP, UDP. TCPയും UDPയും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വരുന്ന മൊഡ്യൂളുകളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. സോ UDP is യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ. യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ അതായത് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ എറേഴ്സ് വരുമ്പോൾ ആ എറേഴ്സിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ചെക്സ് ആൻഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ വരുന്ന കാര്യങ്ങളെയൊക്കെ ഡീല് ചെയ്യുന്നത് ഈ പറയുന്ന UDP ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കണക്ഷൻ ഓറിയൻറ്റഡ്. കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഓർക്കുന്നുണ്ടോ? സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഒരു മെസ്സേജ് പോകണം എന്ന് വിചാരിക്കുക. കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ സെൻറ്ററും റിസീവറും തമ്മിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ആ കണക്ഷനിൽ കൂടെ ആയിരിക്കും അത് ആ ഡേറ്റേനെ റിസീവറിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? ദെൻ എപ്പോൾ ആ കണക്ഷൻ അല്ലെങ്കിൽ ആ ഡേറ്റ ട്രാൻസ്ഫർ ഫിനിഷ് ആകുന്നോ അപ്പോൾ ആ കണക്ഷൻ ടിയർ ഡൗൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളാണ് TCP. എപ്പോഴും ഓർത്തിരിക്കുക, TCP ഈസ് കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് UDP ഈസ് കണക്ഷൻലെസ്. തെറ്റിക്കരുത്. ഇത് നമ്മൾ പഠിക്കും. ഈ പ്രോട്ടോക്കോളിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ച് നമ്മൾ പഠിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് SCTP. SCTP, that is Stream Control Transmission Protocol. സ്ട്രീമിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില സമയത്ത് അതിങ്ങനെ ലോഡ് ചെയ്യാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ദാറ്റ് ഈസ് സ്ട്രീമിംഗ്. അതായത് ഇപ്പം ഇൻ്റർനെറ്റിൽ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ബഫറിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ്, അതായത് വോയിസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ, ദാറ്റ് ഈസ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് വരുമ്പോൾ, ഇപ്പം നമ്മൾ വീഡിയോസ് കാണുമ്പോൾ മാത്രമല്ല, ഇപ്പം നമ്മൾ വോയിസ് കോളുകളൊക്കെ ചെയ്യാറില്ലേ വാട്സാപ്പിൽ കൂടെ ഇല്ലേ? അപ്പോൾ അവിടെ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് ഈ SCTP അല്ലെങ്കിൽ സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ OSI റെഫറൻസ് മോഡലിലെ സെഷൻ ലെയറിൻ്റെയും പ്രസൻറ്റേഷൻ ലെയറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയറിൻ്റെയും ഡ്യൂട്ടീസ് ഒരുമിച്ച് ചെയ്യുന്ന ഒറ്റ ഒരു ലെയറാണ് TCP/IPയുടെ ഈ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെയറിൽ ധാരാളം പ്രോട്ടോക്കോൾസ് വരുന്നുണ്ട്, FTP, ടെൽനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ജസ്റ്റ് അത് നമ്മൾ പഠിക്കും ലാസ്റ്റ് നമ്മളുടെ 5th മൊഡ്യൂൾ അതാണ്. സോ ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ TCP/IPയുടെ 4th ലെയറാണ്. OSI റെഫറൻസ് മോഡലിൻ്റെ സെഷൻ ലെയറിൻ്റെയും പ്രസൻറ്റേഷൻ ലെയറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയറിൻ്റെയും ഡ്യൂട്ടീസ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ലെയറാണ് ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ.